रमण विभो कलयामि भवन्तमये श्री रमण विभो कलयामि भवन्तमये रमण विभो कलयामि भवन्तमये रमण विभो कलयामि रमण विभो कलयामि भवन्तमये
പാനസംഗീതസുധാകര ശ്രീ സകലഗണാധിപപാലയ മാമനിശം രാമസോദര ദുരിത സമൂഹ വിരാമ പടുതമ ജല മൃഗനയന വിരാമ മൃദുഗത നിരുപമനമവന കന്ദര ജലധര ഭൗമമാരിത ശരീരണ സുവദനവ മനാഭധര ചക്രവരയുധ ശ്രീ രമണ വിഭോ കലയാമി ഭവന്തമയേ ശുദ്ധപാലനരോലുപമാധവനാമീതികരണാരോ വിഷയ ശ്രീ രമണ വിഭോ കലയാമി ഭവന്തമയേ ശരണോ കൽക്കുളത്തുകാവമനോ ശ്രീഭദ്രകാളി ശരണോ കൽക്കുളത്തമനോ ശ്രീഭദ്രകാളി തൃപ്പാദം വണങ്ങിടും ശ്രീകാവിലം സിന്ധോൽഭവവന്യേ കരുണാവാരിദേവന്യേ സരസിന്ധോൽഭവവന്യേ കരുണാവാരിദേവന്യേ വരണവിടമമ ജനനി തവ രൂപതിരുവി വിരവോടു സദനമടിഗണി ശ്രീഭദ്രകാളി തൃപ്പാദം വണങ്ങിടും പരദേവതേ മഹിഷവർദ്ധിനി മംഗല്യേ മണ്ണിടമല്ല മഹിഷവർദ്ധിനി മംഗല്യേ മണ്ണിടമല്ല മഹിമ ചെയ്തിടുന്നു ബഹുതാപങ്ങളെ തീർത്ത ഇകലോകങ്ങളിലുള്ള
മാനിയായുള്ള കളവാണി ജനങ്ങൾക്കെല്ലാം മാനിയായുള്ള കളവേളി പ്രിയേ കല്യാണി മാനിയായുള്ള കളവേളി പ്രിയേ കല്യാണി വളരെ ദാനവന്മാരെ കലിച്ചുപൊന്നൊരു കാലി വളരെ വളരെ ദാനവന്മാരെ കലിച്ചുപൊന്നൊരുകാലി തെളിവൊടമരകളിളകി നറുമലരകിലർച്ചന ചെയ്യുവമ്പേ തെളിവൊടമരകളിളകി നറുമലരകിലർച്ചന ചെയ്യുവമ്പേ ശരണം കൽക്കുലതമരോ ശ്രീഭദ്രകാളി ശരണേ ശാശ്വതേ കൈതൊഴ ത്രിഭുവനങ്ങളെ പാലിച്ച് മേവിടും തായേ ത്രിഭുവനങ്ങളെ പാലിച്ച് മേവിടും തായേ ഹൃദശാന്തിതേ വന്ദേനോ മേവിടും ഹൃദശാന്തിതേ വന്ദേനോ ചതുർബാഹുക്കളിൽ ശൂലം ശിരസ പട്ടകാല ചതുർബാഹുക്കളിൽ ശൂലം ശിരസ ചതുർബാഹുക്കളിൽ ശൂലം ശിരസ ശരണം കൽക്കുലതമരും ശ്രീഭദ്രകാളി പരദേവരേ കൈതൊഴ അരുതേ നിൻ മഹിമാ ചൊല്ലുവാൻ ആരുമേ പാർത്താൽ അരുതേ നിൻ മഹിമാ ചൊല്ലുവാൻ ആരുമേ പാർത്താൽ പണിയേറും പണിരാജനും ആരുമേ പാർത്താൽ ശരണം നീ ഒഴിഞ്ഞാലും പരദൈവം നമുക്കില്ല ശരണമോ നീ ഒഴിഞ്ഞാലും പരദൈവം നമുക്കില്ല ശരണമോ നീ ഒഴിഞ്ഞാലും
രുദ്രസുത ഹരിതൽ സഹോദരി രുദ്രസുത ഹരിതൽ രുദ്രസുത ഹരിതൽ സഹോദരി രുദ്രസുത ഹരിതൽ സഹോദരി രുദ്രസുത ഹരിതൽ സഹോദരി ഭദ്രകാളി നമോസ്തുതേ രുദ്രസുത ഹരിതൽ സഹോദരി ഭദ്രകാളി നമോസ്തുതേ ശരണം കൈകുലത്തമനോ ശ്രീഭദ്രകാളേ ശരണേ ശാശ്വതേ കൈതൊഴാ ശ്രീകാവിലമ്മേ ശരണേ ശാശ്വതേ കൈതൊഴാ കാവിലമ്മേ ഭക്ത്യാ വേഴക്കാട്ട് എപ്പോൾ വന്നാലും ഒരു അഷ്ടപതി പാടണം. ഒരു ടീച്ചർ വാഴപ്പള്ളിയിൽ നിന്ന് വരുന്ന ടീച്ചറുണ്ടായിരുന്നു, എൻ്റെ ഒരു ടീച്ചർ സസ്യമ ടീച്ചറുണ്ടായിരുന്നു, കണ്ടില്ല വയ്യാഴികണ്ണം തോന്നുന്നു. എപ്പോഴും പറയും ഒരു അഷ്ടപതി നിർബന്ധമായിട്ടും പാടണം. സോപാന സംഗീതവും അഷ്ടപതിയും ഒന്നാണെന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇവ രണ്ടും രണ്ട് തന്നെയാണ്. ശുദ്ധ മലയാളത്തിലെ പാടിയിട്ടില്ലേ, ഇതൊക്കെ പഴയ കീർത്തനമാണ്. ശരണം വാരനാടവരും ശക്തിജി ഗൗരി എന്നുള്ളൊരു പഴമയുള്ള കൃതിയാണ് നമ്മുടെ കൽക്കുളത്തമ്മയുടെ ആയിട്ട് പാടിയത്. അതുപോലെ കാത്താലം കാർത്തികേയ നമശിവായ ശുദ്ധോ ശിവനേ ശരണം ശൈലരാജകനെ മുല്ലപാണകലിനോട് അങ്ങനെ തുടങ്ങി അനവധി കൃതികൾ സോപാന സംഗീതത്തിന്റെ സ്വന്തമായിട്ട് മൂർത്തികൽപ്പമനുസരിച്ച് ചിട്ട ചെയ്തു വെച്ചിട്ടുണ്ട്. ധ്യാനങ്ങളും സ്തുതികളും കീർത്തനങ്ങളും യശാദിവാദവും ബാധാദിവേശം വള്ളിച്ചിന്തുകളൊക്കെ തന്നെ. സംസ്കൃതത്തിലെ ജയദേവ മഹാകവി എഴുതിയിട്ടുള്ള ഗീതഗോവിന്ദത്തിലെ 24 കാവ്യങ്ങൾ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം തന്നെ ഫലശ്രുതിയിൽ പറയുന്ന കൃതിയാണ് ഗീതഗോവിന്ദം അഷ്ടപതി. എവിടെ പാടിയാലും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അഷ്ടപതി പ്രിയനായ ഗുരുവായൂരപ്പൻ, അമ്പലപ്പുഴക്കണ്ണൻ, നമ്മുടെ വേഴക്കാട്ടപ്പൻ. സാധാരണ ജനങ്ങളിലേക്ക് അത് മനസ്സിലായില്ലെങ്കിലും ഭഗവാൻ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗീതങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനമാണ് അഷ്ടപതി എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാന്റെ അലങ്കാരത്തെ കുറിച്ചൊരു ചെറിയ അഷ്ടപതി പാടി ശേഷം ദശാവതാര സ്തുതിയോടുകൂടി സോപാന സംഗീതം സമർപ്പിക്കാം. ശ്രുതകമലാ കുച മണ്ഡല കൃഷ്ണ ശ്രുതകമലാ കുച മണ്ഡല വൃത്ത കുണ്ടല കലിത जय जय दिनमणि मंडल मंदना हवा मुनि जना मानस कालिया विषधर
മധുമുര നരക വിനാശന ഗരുഭാസന സുരകുല അമല കമല ദല ലോചന ഭവ മോചന ത്രിഭുവന जनक सुता कुच भूषण जित भूषण समर शमीत अभिनव जलधर सुंदरांग श्री मुखचंद्र श्री जय देव कवेरी कुटुते मुदो मंगल जय जय देव हरि ഭഗവാന്റെ ദശാവതാര സ്തുതി പാടി സോപാന സംഗീതം സമർപ്പിക്കുകയാണ്. ഈ 10 അവതാരങ്ങൾ പാടുമ്പോൾ ഇടയിൽ ഒരു അനുശരണമായിട്ട് ഈ കലിയുഗത്തെ തരണം ചെയ്യുവാൻ വേണ്ടി നമുക്കായിട്ട് ഉപദേശിക്കുന്ന മാർഗമാണ് കലിയുഗത്തിൽ ഭക്തിയുടെ സജ്ജനങ്ങൾ നാമം ചൊല്ലുക. ഭഗവത് കഥ ശ്രവണം ചെയ്യുമ്പോഴും അത് ജപിക്കുമ്പോഴും അത് മനനം ചെയ്യുമ്പോഴാണ് കലിയുഗത്തെ തരണം ചെയ്യാനുള്ള ആ ശക്തിയെ നമുക്കുണ്ടാകുന്ന നമ്മുടെ ആചാര്യന്മാരൊക്കെ പഠിപ്പിച്ചു തരുന്നു. എൻ്റെ അനുജന തുല്യനായ ഹരികുട്ടൻ, ഹരിയെ വർഷങ്ങളായിട്ട് എത്ര കുട്ടിക്കാലം മുതൽക്കുള്ള പരിചയമാണ്. എന്താ വെച്ചാൽ അടുപ്പം പരിചയമല്ല, എൻ്റെ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയേറെ ആഴമേറിയ ബന്ധമാണ്. അമ്പലപ്പുഴക്കണ്ണന്റെ സന്നിധിയിൽ അനവധി തവണ ഭാഗവത സപ്താഹം വളരെ ഭക്തിപൂർവ്വം നടത്തി. ആൾക്കാർക്കാർക്കും അറിയാവാതെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ വീണ്ടും എന്നാണ് ഇനി വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കാം. അത്രയേറെ മാനസികമാകുന്ന അടുപ്പമുള്ള ഹരി ആചാര്യനായിട്ടുള്ള ഈ സപ്താഹത്തിൽ വരാൻ സാധിച്ചതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിമധുരമാകുന്ന രീതിയിൽ അഷ്ടപതിയും വള്ളുവനാടൻ ശൈലിയിലെ അതിമനോഹരമാകുന്ന സോപാന സംഗീതവും ഹരിയിലെ വളരെ സുരക്ഷിതമാണ്. ഹരിയുടെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള വെള്ളിനേഴി ഹരിയേട്ടൻ. ഏതാണ്ട് 93-ലാണ് ഞാൻ ഹരിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ കഥകളി കുറുപ്പാശാന്റെ മകൻ, മികഷ കുറുപ്പാശാന്റെ മകൻ. ഞാനന്ന് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞതേ ഉള്ളൂ.
ആ സമയത്ത് ഒരു അഷ്ടപതിയുമായിട്ട് കുന്നംപറമ്പ് തിരുമേനിയുടെ പിറന്നാൾ ആഘോഷത്തിൽ ഒരു സോപാന സംഗീതം, സത്യത്തിൽ ഞാൻ ഈ യാത്ര ചെയ്യാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോയതാണ്. അവിടെ ചെന്നാണ് ഹരിയുടെ ഗുരുനാഥൻ കൂടിയായിരിക്കുന്ന ആ ഹരിയേട്ടനെ പരിചയപ്പെടുന്നതൊക്കെ. പക്ഷെ എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം എന്ന് വെച്ചാൽ എനിക്കൊരു നല്ല ഗുരുനാഥനെ അന്ന് കിട്ടി. അതാണ് ആലിപ്പറമ്പ് ശിവരാമപുരോളാശാൻ. ഈ ഗുരുനാഥനെ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വടക്കൻ കേരളത്തിലെ കുറേ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ സഞ്ചാരമായതും സോപാന സംഗീതത്തിന്റെ വടക്കൻ സമ്പ്രദായത്തെ അനവധി ശാസ്താവിന്റെ കൃതികള്, ദേവീ സ്തുതികള്, വള്ളുവനാട് തിരുവന്നൂർ കോയിലത്തെ തമ്പുരാന്മാർ രചിക്കപ്പെട്ടുള്ള അനവധി സ്തുതികളെ ആശാൻ പഠിപ്പിച്ചു തന്നത്. കടാമ്പുഴ, തിരുമാന്ധാമെന്ന ചെറുപ്പശ്ശേരി, അതുപോലെ വാതിരിക്കുന്നത്തെ, എളത്തേക്കുന്നത്തെ, അണ്ടലാടിമല, മുളപ്പമണ്ണ തുടങ്ങിയ അനവധി സ്ഥലങ്ങളിൽ ഇല്ലങ്ങളിലൊക്കെ ധാരാളം സോപാന സേവയുമായിട്ട് ആശാനുമായിട്ട് ഗുരുവായൂർ സോപാനത്ത് ഏതാണ്ട് 1 മണിക്കൂർ ഉത്സവക്കാലത്ത് നെടുങ്ങാടി ആശാനും ആലിപ്പറമ്പ് ആശാനും ഒപ്പം അഷ്ടപതി പാടാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജന്മസുഹൃതമാണെന്ന് വിഷമത്തിൽ നിന്ന് പറയാൻ ചില പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. ഹരിയെ കണ്ടപ്പോൾ ഓർമ്മ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ആ അവതാരം പാടുമ്പോൾ സജ്ജനങ്ങളായ നിങ്ങൾ എല്ലാവരും വളരെ ഭക്തിപൂർവ്വം നാമം ജപിക്കണം. നമ്മുടെ നാമശബ്ദം ഇങ്ങനെ ഉയരത്തിൽ കേൾക്കണം, ഒച്ചയിൽ കേൾക്കണം. അവിടെയാണ് ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത്. മന്ത്രങ്ങൾ മനനം ചെയ്യുക, അതായത് മനസ്സിൽ ജപിക്കാം തീർച്ചയായിട്ടും. അത് അതിനേക്കാൾ ഉപരി ഇതുപോലുള്ള യജ്ഞങ്ങളിൽ എല്ലാവരും ഭക്തിയോടെ നാമം ജപിക്കുവിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒച്ചത്തിൽ തന്നെ നാമം ജപിക്കണം. അമ്പലത്തിൽ പോയി നമ്മൾ നടന്നിരിക്കുമ്പോൾ ഒച്ചത്തിൽ നാമം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയി ജപിക്കരുത്. കാര്യം മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ അവിടെ പാടില്ല. ഇവിടെ അതല്ല, ശ്രവണമാണ് പ്രധാനം. കേൾക്കുകയും ജപിക്കുകയും അതിനെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വേദിയാണ് ഭാഗവത സപ്താഹ വേദി എന്ന് പറയുന്നത്. ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പറഞ്ഞു പാടി പുകഴ്ത്തി ആ കലിയുഗത്തിന്റെ ആരാധ്യനായുള്ള ഭഗവാൻ ശ്രീരാമസ്വാമിയെയും ആ ദ്വാപരയുഗത്തിന്റെ അധിപനായിരിക്കുന്ന സാക്ഷാൽ കണ്ണനെയും നമ്മൾ ആരാധിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ. ഇവിടെ ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നീ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് വരാൻ പോകുന്ന കലിയുഗത്തിന്റെ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം എന്താണെന്ന് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഒരു മന്ത്രം നമുക്കായിട്ട് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. 4 മോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യമന്ത്രം ഹരിസന്ദർഭ വൃക്ഷത്തിൽ വ്യക്തമായ ഒരു പ്രതിപാദ്യം തന്നെ ഈ മന്ത്രത്തെ വിശേഷിപ്പിച്ച് പറയുന്നുണ്ട്. ഉപനിഷത്തിൽ നിന്നും വേദങ്ങളിൽ നിന്നും എടുത്ത സംഖ്യാശാസ്ത്ര പ്രകാരമാണ് നാളെ സൂര്യൻ എത്ര മണിക്ക് കിഴക്കുദിക്കുമെന്നും എത്ര മണിക്ക് കിഴക്ക് പടിഞ്ഞാറ് അസ്തമിക്കുമെന്നും ഇനിയും വരാൻ പോകുന്ന സൂര്യഗ്രഹണങ്ങളും ഗ്രഹണങ്ങളെ പോലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്നത് പോലും ഇതിൽ നിന്ന് സ്വീകരിച്ച സംഖ്യാശാസ്ത്രമാണ്. ആ ശാസ്ത്രം കൃത്യമായിട്ട് ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതേ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭക്തന്മാരായ സജ്ജനങ്ങൾ നാമം ജപിക്കുകയും നാമത്തിലൂടെ നമുക്ക് കലിയുഗത്തെ തരണം ചെയ്ത് ശ്രേഷ്ഠമാകുന്ന ഭഗവത് സായുജ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ആചാര്യന്മാരൊക്കെ എത്രമാത്രം ഭഗവത് സായുജ്യം നേടിയിട്ടുള്ള ആ മഹത് വ്യക്തിത്വങ്ങളാണ്. എന്തായാലും എല്ലാവരെയും എഴക്കേട്ടപ്പനും അമ്പലപ്പുഴക്കണ്ണനും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദശാവതാര സ്തുതിയിലുമ്പോൾ എല്ലാവരും വളരെ ഭക്തിപൂർവ്വം ഊണൊക്കെ കഴിഞ്ഞാലൊന്നോ അങ്ങനെ എന്താ പറയുക കുനിഞ്ഞിരിക്കുകയാണ്. ഒന്ന് നിവർന്നിരുന്നിട്ടൊന്ന് നാമം ജപിക്കുകയാണ്. ഒരു എനർജി അങ്ങോട്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കുള്ളൂ. ഹരിയനോട് പറഞ്ഞു, ചേട്ടൻ കഴിച്ചിട്ടാണോ പാടുന്നതോ പാടിയിട്ടാണോ കഴിക്കുന്നത് പറഞ്ഞു. എന്തായാലും പാടിയിട്ട് കഴിക്കാൻ എല്ലാവരും വളരെ ഭക്തിപൂർവ്വം ഹരേ രാമ ഏറ്റുള്ളൂ. ജലത്തിൽ വന്നവതരിച്ചൊരു മീനായി ജഗത്തിന്റെ മകവേദ പൊരുൾ കാത്ത ഹയഗ്രീവാന്തക വിഷ്ണു നമിച്ചു കൊണ്ട് വീടുത്തെ തിരുനാമരസം പാടി നമസ്തേ സ്തുതിച്ചു കൈ തൊഴുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ
കുട്ടികളൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നേ ഉള്ളൂ അവിടെ. അമ്മമാർക്കൊക്കെ നല്ല ശബ്ദമുള്ളവരാണ്. ഭഗവാൻ ഇങ്ങനെ കാതോർത്ത് നിൽക്കുക. അവരുടെ ശബ്ദമാ മനോഹരം. എൻ്റെ സ്വയംവരം തുടങ്ങാൻ ഈ നിമിഷം മാത്രമേ ഉള്ളൂ. ആരൊക്കെയാ ചിരിക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റില്ല. 30 കോടി ദേവീ ദേവന്മാർ വന്ന ഭഗവാനെ സ്തുതിക്കാനും ഈ മംഗല്യത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അവരുടെയൊക്കെ അനുഗ്രഹമാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സജ്ജനങ്ങളാണ് നാമം ജപിക്കുന്നത് കാണുമ്പോൾ അവരുടെ അനുഗ്രഹം ഇരട്ടി ഉണ്ടാവുമെന്ന് പറയുക. അതാണ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വളരെ ഭക്തിപൂർവ്വതയിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ മനോഹരമാവുന്ന ശബ്ദം വേഴക്കാട്ടപ്പം നിൽക്കട്ടെ. എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറി വരാൻ പോകുന്ന ഓരോ നിമിഷവും ധന്യമാക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.
സ്മരിച്ചിരുന്നു തൊഴുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പടകത്തോടും ദശ ജീവ ശിരസോമൻ ആഹുതിക്കുൾ ഭയം തീർത്ത ഹരേ കൃപാണക വിഷ്ണു പദദ്വയങ്ങളിൽ രാമമഹാമന്ത്രം ജപിച്ചിന്നർച്ചനം ചെയ്തു നമസ്കരിച്ചിതാ ഞങ്ങൾ തൊഴുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ അനന്താംശം ധരിച്ചേവം ബലരാമ തൊഴുന്നേ. ഹരിക്കും നാം കുടീരത്തെ അകറ്റാനായി തൊഴുന്നേ. ഇഹത്തിലോ പരത്തിലോ ചരാചര ഗുണത്തിലും ഇരിക്കും ഈശ്വരാംശത്തിൽ വിലാസത്തെ തൊഴുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ മഹനീയാവതോടുന്ന ജഗന്നാഥ തൊഴുന്നേ. മണിവർണ്ണ മുകുന്ദ ഞാൻ മനം ചേർത്തു തൊഴുന്നേ. മധുരാധിപതേ തവ തിരുരൂപം തൊഴുന്നേ. മാധവ കൃഷ്ണ മനോഹര സദാ വാഴ്ത്തി തൊഴുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ അവനിയേ അകമ്പോണം നടോക്കാനായടോക്കോ യവനരെ വധിച്ചും കൊണ്ട ധർമ്മത്തെ അടുക്കും അവനോ ചെയ്തിടാൻ വാടി പുറത്തേറിയടോക്കോ ഞടോക്കുങ്കൽ നിരൂപത്തേരിതാ ഇന്നു തൊഴുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഈ ഭക്തരെ കാത്തുകൊള്ളും ഭഗവാനെ തൊഴുന്നേ. ഞാൻ ഭക്തിയോടനൂദീനം ഇതാ വാഴ്ത്തിയേ. അഖിലർക്കും അനുഗ്രഹം അരുളാനായി
രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ദേവ തവ നാമാർച്ചനയാനാധാരവകായം ഉലകിൽ ഏകായനമാനന്ദമോടൻ ആരാധന ചെയ്യുക സതതം ദേവ തവ നാമാർച്ചനയാനാധാരവകായം ഉലകിൽ ആരാധന ചെയ്യുക സതതം നമസ്തേ മഹാദേവഗൗരീശ ശംഭോ നമസ്തേ മഹാകാല ശ്രീനീലകണ്ഠ നമസ്തേ ജഗത്രയ ജനകായ രൂപം നമസ്തേ തിരുവാഴീശ വരദവും അഭയവും ദയാശരണം വല്ലഭനോ ഹരഹര ശിവ ശിവ ശരണം ശരണം ഹരിഹര സുഗലേ ശരണം ശരണം വടിവേലവനേ ശരണം ശരണം കലിയുഗ വരദ ശരണം ശരണം ശബരിഗിരീശ്വര നിത്യം ശരണോ ദേവാദിദേവാ തിരുവാഴപ്പള്ളി വാഴും നീലകണ്ഠ നിന്നെ നിത്യം നിനക്കുമംഗളോ ഭൂലോക വൈകുണ്ഠനാഥൻ ഗുരുഭവനപുരിയിലോ ദക്ഷിണദ്വാരനാമിവനമ്പലപ്പുഴയിലോ ലക്ഷ്മീനാരായണൻ തിരുവേടയാടുമരും ഭഗവാനെ നിന്നെ ഭക്യാ ഭജിക്കുമോർക്കുമംഗളം സിദ്ധിബുദ്ധികാന്തനും പെരുന്നയിലമരും വല്യ ദേവസേനാഭവിക്കുക കലിയുഗ വരദനും മംഗളവും ഭഗവതി പരമേശ്വരിക്കും ശുഭമംഗളം ദേവാദിദേവൻ ദേവാമകേശ നിത്യം നിലയ്ക്കുവോർക്കും ഭക്യാഭജിക്കുവോർക്കും സദാ സ്തുതിക്കുവോർക്കും സ്തുതി ഭക്യാശ്രവിക്കുവോർക്കും ജയമഞ്ജ
മംഗളം